ഉമ്മൻചാണ്ടി നവീകരണോദ്ഘാടനം നിർവഹിച്ച പാർക്ക് വീണ്ടും നവീകരിച്ച ശേഷം ടൂറിസം മന്ത്രിയുടെ ക്രെഡിറ്റിലാക്കിയതായി ആക്ഷേപം. ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്ന കണ്ണൂർ പയ്യാമ്പലത്തെ നടപ്പാതയുടെ ഉദ്ഘാടന ശിലാഫലകം DTPC എടുത്തുമാറ്റിയതിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം നീക്കിയത് അല്പത്തരത്തിന്റെ അങ്ങേയറ്റമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പയ്യാമ്പലത്ത് ഉദ്ഘാടനം ചെയ്ത കുട്ടികളുടെ പാർക്കിന്റെയും സീ പാത്വേയുടെയും ശിലാഫലകം മാറ്റി പകരം അതേ പദ്ധതി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതായി കാണിച്ച പുതിയ ശിലാഫലകം സ്ഥാപിച്ചത് അല്പത്തരത്തിന്റെ അങ്ങേയറ്റമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. 2015 മെയ് 15 നടന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ശിലാഫലകം അടർത്തിയെടുത്ത് മാറ്റി അതേ സ്ഥലത്ത് പുതിയ ശിലാഫലകം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത് കാണിച്ച് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ശിലാഫലകം കുപ്പത്തൊട്ടിയിൽ തള്ളി അതിന്മേൽ ചൂലെടുത്ത് വെച്ചതായാണ് കണ്ടത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമാക്കണം. ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തതിന്റെ ശിലാഫലകം കോൺഗ്രസ് പ്രവർത്തകർ പാർക്കിന്റെ കവാടത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് തകർക്കുകയോ എടുത്തു മാറ്റുകയോ ചെയ്താൽ ഇവിടെ തന്നെ പുനഃസ്ഥാപിക്കും. സംഭവത്തിൽ അന്വേഷണം നടത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്ത് ടൂറിസം രംഗത്ത് വലിയ വികസനമാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് ടൂറിസം മന്ത്രിയായിരുന്ന അനിൽകുമാറായിരുന്നു. ഇവിടെ ഈ നടപ്പാത ഇവിടെ സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്ത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. ആ ഫലകം, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഫലകം, ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ബഹുമാനപ്പെട്ട MP ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളുടെ പേരെഴുതിയ ആ ഫലകം എടുത്തു മാറ്റി റിയാസിന്റെ ഫലകം ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. റിയാസിന്റെ ഫലകം സ്ഥാപിക്കണമെങ്കിൽ സ്ഥാപിച്ചോട്ടെ. പക്ഷേ ബഹുമാനപ്പെട്ട കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയാണ് എങ്കിൽ കേരളത്തിലെ ഈ 9 വർഷമുള്ള കേരളത്തിൽ അതിന് മുമ്പോട്ടുള്ള ഒരു ഫലകവും കേരളത്തിൽ ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ ഫലകം സ്ഥാപിക്കുന്നത്? ഫലകം സ്ഥാപിച്ച ഉടനെ എടുത്തു മാറ്റാനാണെങ്കിൽ ഫലകം സ്ഥാപിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇത് ശുദ്ധ തോന്നിവാസമാണ്. ഇത് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി റിയാസ് ഇപ്പോൾ റീൽസ് മന്ത്രിയായി മാറിയിരിക്കുകയാണ്. എന്തൊരു ഗതികേടാണ്. പുതിയ സ്ഥലവും നമ്മൾ സ്ഥാപിക്കും, ഒരു സംശയവും വേണ്ട. ഞങ്ങള് ഇവിടെ മലപ്പട്ടത്ത് നമ്മൾ പറഞ്ഞതാണ്, വിശ്വനാഥ് അന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, അവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ തകർത്താൽ അവിടെ പുതിയ പ്രതിമ ഉണ്ടാക്കി അവിടെ കൊണ്ടുവെക്കും. ഒരു പ്രതിമ പുതിയതായിട്ട് അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത് തകർത്താൽ ഇവിടെ പുതിയ ശിലാഫലകം നമ്മൾ സ്ഥാപിക്കും, നമ്മൾ പുതിയതായി ഉണ്ടാക്കും, അത് നമ്മളിവിടെ കൊണ്ട് സ്ഥാപിക്കും. അതേസമയം സംഭവത്തിൽ പയ്യാമ്പലത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. ഫലകം വെക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് പഴയത് മാറ്റിയത് എന്നാണ് വിശദീകരണം. പാർക്കിന് മുന്നിൽ പ്രതിഷേധിച്ച ജില്ലാ കോൺഗ്രസ് നേതാക്കൾ പഴയ ശിലാഫലകം പുതിയതിന് താഴെ വെച്ചു. എടുത്തുമാറ്റിയാൽ അപ്പോ കാണാമെന്ന് ഇവരുടെ മുന്നറിയിപ്പ്. 2 ശിലാഫലകം സ്ഥാപിക്കാനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നവീകരണം നടത്തിയ കരാറുകാരായിരിക്കാം പഴയത് മാറ്റിയതെന്നാണ് DTPC പറയുന്നത്. ഉമ്മൻചാണ്ടി ഇട്ട കല്ലിനെ കുറിച്ച് ഇടതു സൈബർ കേന്ദ്രങ്ങൾ പരിഹാസങ്ങൾ ചൊരിയുന്ന കാലത്താണ് കല്ല് പിഴുതുള്ള ക്രെഡിറ്റ് എടുക്കൽ.